തൃശൂർ അരിമ്പൂരിൽ കിണറ്റിൽ കല്ലുകെട്ടി താഴ്ത്തിയ ചാക്കിൽ നിന്ന് അസ്ഥികൾ ലഭിച്ചു. 6 എല്ലിൻ കഷ്ണങ്ങളും സ്ത്രീയുടെ അടിവസ്ത്രവുമാണ് ലഭിച്ചത്. ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തുന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഈ എല്ലിൻ കഷ്ണം കിട്ടുമെന്ന് പറയുമ്പോൾ അത് മനുഷ്യരുടെ എല്ലിൻ കഷ്ണമാണ്, അങ്ങനെ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ശാസ്ത്രീയമായ പരിശോധന അക്കാര്യത്തിൽ വേണ്ടിവരും. നിലവിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കം അക്കാര്യത്തിൽ പ്രാഥമിക പരിശോധനകൾ നടത്തുകയാണ്. തൃശൂർ അരിമ്പൂരിലാണ് ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി ഈ സ്ത്രീയുടെ എന്ന് കരുതുന്ന എല്ലിൻ കഷ്ണങ്ങളും അടിവസ്ത്രങ്ങളും ഈ കിണറ്റിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അരിമ്പൂർ 14-ാം വാർഡിൽ ന്യൂ ജനറേഷൻ റോഡിനടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാലൻ ഈ സമയത്ത് വീടിന്റെ കിണറിൽ വെള്ളം കോരുന്നതിനായി ശ്രമിച്ചപ്പോൾ ഇറക്കിയ കയറിലും കപ്പിയിലും കുരുങ്ങി മറ്റൊരു കയർ പുറത്തു വരികയും ഈ കയർ ഉയർത്തി പരിശോധിച്ചപ്പോൾ അതിന് പിന്നിൽ ഒരു ബാഗ് പോലൊരു വസ്തു കണ്ടെത്തുകയും അത് ഉയർത്തി വെളിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ നിലയിൽ എല്ലിൻ കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ അടിവസ്ത്രവും അടക്കം കണ്ടെത്തുന്നത്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിച്ചു. സംഭവം അറിഞ്ഞ് പ്രദേശവാസികളായ നിരവധി പേർ അവിടെ തടിച്ചുകൂടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. കണ്ടെടുത്ത എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രങ്ങളും പോലീസ് ബന്ദോബസ്താക്കിയിട്ടുണ്ട്. നിലവിൽ അത് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സമീപത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം, കൊലപാതകം അടക്കം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവങ്ങളും കാണാതായ മനുഷ്യരെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ലഭിച്ചിട്ടുള്ള എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രവും ഉപയോഗിച്ചുകൊണ്ട് പോലീസിന് യാതൊരുവിധ നിഗമനത്തിലും എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടുതൽ വിശദമായ പരിശോധനയും ഫോറൻസിക് പരിശോധനയും എല്ലിൻ കഷ്ണങ്ങളുടെ പോസ്റ്റ്മോർട്ടവും അടക്കം നടത്തേണ്ടി വരും. DNA ടെസ്റ്റ് കൂടി നടത്താനുള്ള ആലോചന കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും സമീപ പ്രദേശങ്ങളിൽ നടക്കം കാണാതായ ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചടക്കം അന്വേഷണം പോലീസ് ഈ വിഷയത്തിൽ നടത്തുകയാണ്. കണ്ടെടുത്ത കിണറ്റിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നാളെ പകൽ കൂടി പരിശോധിക്കാനുള്ള തീരുമാനവും നിലവിൽ എടുത്തു. എന്തായാലും വളരെ ദുരൂഹതയുള്ള ഒരു വാർത്തയാണ്. വ്യക്തമായ ഒരു അന്വേഷണം ഇതിൽ ആവശ്യമുണ്ട്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.